റിസോർട്ടുകളെ കുറിച്ചൊക്കെ വീഡിയോകൾ ചെയ്യുന്ന ചാലുബോൻ എന്ന പെൺകുട്ടിക്ക് കാസർഗോഡ് പാലക്കുന്നുള്ള ഒരു റിസോർട്ടിനെ കുറിച്ച് വീഡിയോ ചെയ്യാൻ പോയപ്പോൾ ഈ പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചത്? അവരെ അവിടെ വെച്ച് ആരാണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചത്? അവർ മാനസികമായി വളരെ തകർന്നു എന്നും അവർ തന്നെ പറയുന്നത് നമുക്ക് കേൾക്കാം. ഹായ്, ആദ്യമേ ഞാൻ മെന്റലിയും ഫിസിക്കലും ഒട്ടും ഓക്കെ അല്ല. ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നാളെ എൻ്റെ ഒരവസ്ഥ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവരുത് എന്നുള്ള ഒരൊറ്റ കൺസേണിലാണ്. ഞാൻ ഇന്നലെ ബേക്കൽ ഹോം സ്റ്റേ ആൻഡ് റിസോർട്ട് എന്ന് പറയുന്ന പ്രോപ്പർട്ടി, പാലക്കുന്ന് കാസർഗോഡുള്ള പ്രോപ്പർട്ടിയിൽ കൊളാബറേഷൻ പേർപ്പസ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. 2 ഡേ സ്റ്റേ പ്രൊവൈഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ അവരായിട്ട് വീഡിയോ ചെയ്യാന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. സോ എൻ്റെ കൂടെ ചാനലിൽ ഉള്ള ആളുണ്ടായിരുന്നു. ചാനലിന്റെ ആള് എന്നെ ഡ്രോപ്പ് ചെയ്ത് അപ്പം തന്നെ പോയി. അപ്പം ഞാൻ അവിടെ ചെക്ക് ഇൻ ചെയ്ത ടൈം എന്ന് പറയുന്നത് 2:53 PM ആണ്. ഈ കറക്റ്റ് ടൈം ഞാൻ പറയുന്നതിന്റെ പിന്നിലും കാര്യമുണ്ട്. അങ്ങനെ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ ആ റൂമിന്റെ പുറത്ത് ഇറങ്ങിയില്ല. ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് ഫുഡ് കൊണ്ടുതരുന്ന സമയത്ത് ഡോറ് തുറന്ന് ഫുഡ് മേടിക്കാന്നല്ലാതെ വേറെ കാര്യത്തിന് പുറത്തിറങ്ങോ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു കുഴപ്പമോ കാര്യങ്ങളൊന്നും ആ ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനതിന് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് കിടന്ന് ഏകദേശം ഒരു 12:45 സമയത്ത് എനിക്ക് പരിചയമില്ലാത്തൊരു നമ്പറിൽ നിന്ന് കോൾ വരുന്നു. അപ്പൊ എന്നെ ആ സമയത്ത് അങ്ങനെ ആരും വിളിക്കാനോ കാര്യങ്ങളോ ഇല്ല. ഒരു വട്ടം വന്നപ്പം ഞാനത് കട്ടാക്കി വിട്ടു. അങ്ങനെ ഒരു 6-7 വട്ടം വന്നു. അപ്പൊ ഞാൻ ബ്ലോക്ക് ആക്കി. കാരണം എന്തായാലും ആ നേരത്തെ തന്നെ വിളിക്കാൻ ആരുമില്ല, ഈ നമ്പർ എനിക്ക് പരിചയമില്ല. അപ്പൊ എനിക്കാണെങ്കിൽ നല്ല ടയർഡാണ്. ഒന്നാമത് എനിക്ക് പീരീഡ്സ് ആയിട്ടിരിക്കുകയാണ്. പിന്നെ ട്രാവൽ ചെയ്തതിന് ക്ഷീണം കാര്യങ്ങളും കൊണ്ട് ഞാൻ അത് ഇഗ്നോർ ചെയ്ത് അവിടെ കിടന്ന് ഒരു 2 മിനിറ്റ് ആയില്ല, ആരും എൻ്റെ റൂമിന്റെ ഡോറ് ഭയങ്കരമായിട്ട് ശക്തമായിട്ട് കിടന്ന് മുട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു ആരതെന്ന് ചോദിച്ചപ്പം, ഡോറ് തുറക്കടി, ഇറങ്ങി വാടി, ആ രീതിയിലൊക്കെ പറഞ്ഞ് വളരെ മോശമായ രീതിയിൽ ഷൗട്ട് ചെയ്ത് ഡോറ് തല്ലിപ്പൊളിക്കാവുന്ന രീതിയിൽ അവിടുന്ന് സംസാരം. അപ്പൊ ഞാൻ പറഞ്ഞു, ആരാണെങ്കിലും എന്താണെങ്കിലും ഞാൻ പോലീസിനെ വിളിക്കും, നീ വിളിക്കടി, ഞാനാടി പോലീസിന്, തുറക്കടി എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായ കുറെ അസഭ്യ വാക്കുകളൊക്കെ പറഞ്ഞു. അതെന്താ ഞാനിവിടെ പറയുന്നില്ല. വളരെ മോശമായ രീതിയിൽ അവരവിടുന്ന് ലൈംഗിക ചൊവ്വയുള്ള സംസാരവും കാര്യങ്ങളും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെളുപ്പിന് 1 മണിക്ക് എന്തിനാണ് എന്റെ റൂമിന്റെ മുമ്പിൽ വന്ന് മുട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഡോറ് തല്ലിപ്പൊളിക്കാനാണ് അവർ നോക്കുന്നത്. ആ ഡോറ് എങ്ങാനും പൊളിഞ്ഞിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്താവുമെന്ന് എനിക്ക് ഇപ്പോഴും ഊഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഇപ്പോഴും അത് ആലോചിക്കാൻ പറ്റുന്നില്ല. ഞാൻ വലിയ സിറ്റുവേഷൻസ് ജീവിതത്തിൽ നേരിട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒരാൾ കൊല്ലാൻ വന്നാൽ അത് പ്രശ്നമല്ല. പക്ഷെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒരു ലേഡിക്ക് ഉണ്ടാവരുത് ഞാൻ പറയും. ആ സമയത്ത് ഒരു മാനസികാവസ്ഥ, എന്ത് സംഭവിക്കും, എന്ത് പറ്റും എന്നറിയാതെ ഞാൻ ഡോറ് ശക്തമായിട്ട് അവിടെ പിടിച്ചു നിന്നു. കാരണം ഡോറെങ്ങാനും പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവാന്ന് എനിക്കറിയില്ല. ഇവര് 1-2 വട്ടം മുട്ടിയിട്ട് പോയിരുന്നെങ്കിൽ ഞാൻ അത് മൈൻഡ് ആക്കില്ലായിരുന്നു. കാരണം പ്രോപ്പർട്ടിയുടെ പേര് ഞാൻ വിളിച്ചിട്ടില്ലായിരുന്നു. ഓക്കെ, 2 വട്ടം മുട്ടി കുടിച്ചിട്ട് ബോധമില്ലാതെ പോയി എന്ന് വിചാരിച്ചു. പക്ഷെ ഇവര് 1/4 മണിക്കൂറോളം വളരെ ശക്തിയായിട്ട് മുട്ടിക്കൊണ്ടിരുന്നു. ആ സമയത്ത് ഞാൻ റിസപ്ഷനിൽ വിളിച്ച സമയത്താണെങ്കിലും അവര് കൂളായിട്ട്, മാം നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെന്നാണ് പറഞ്ഞത്, അങ്ങനെ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞിട്ട് പരിചയമില്ലാത്ത 2 പേര് ഡോറിന്റെ മുമ്പിൽ വന്ന് പാതിരാത്രി മുട്ടുമ്പോൾ ഇവരെ മൈൻഡ് ആക്കാണ്ടിരിക്കുകയാണ്. ആ റിസപ്ഷനിലുള്ളവര് കാര്യമായിട്ട് എടുത്തേയില്ല. ഞാനാകെ എന്താണെന്ന് അറിയില്ല. അവസാനം ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു. പോലീസുകാർ കറക്റ്റ് ടൈമിന് തന്നെ വന്നു. നമ്മുടെ നാട്ടിൽ ഒരു ധാരണയുണ്ട്, കലാപരമായിട്ട് ഏതെങ്കിലും രീതിയിൽ പെൺകുട്ടികൾ ഉയർന്നു വരികയാണെങ്കിൽ ഡാൻസോ, പാട്ട്, അഭിനയം, ഇൻസ്റ്റഗ്രാമിലൂടെ ഉള്ള ഉയർച്ചകൾ, അവതാരകമാര്, ഹാങ്കറിങ്, ഇതേപോലെ വീഡിയോകൾ ചെയ്യാൻ പോകുന്ന കുട്ടികൾ, ഇങ്ങനെയൊക്കെ ഉള്ളവര് മോശപ്പെട്ട കുട്ടികളാണ് എന്നുള്ള ഒരു തോന്നൽ നമ്മുടെ സമൂഹത്തിനുണ്ട്. എന്നാൽ അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. അവരവരുടെ ഓരോ ജീവിത മാർഗത്തിന് വേണ്ടി ഓരോന്ന് ചെയ്യുന്നു, അവരത് വഴി ജീവിക്കുന്നു. അല്ലാതെ ഈ എവിടെയെങ്കിലും ഹോട്ടലിലൊക്കെ ചെന്ന് താമസിക്കുമ്പോഴൊക്കെ ഇവരെ പോലുള്ളവർ ശല്യപ്പെടുത്തുന്നതിന്റെ പിന്നിലുള്ള ഒരു വികാരം ഇതാണ്. ഇവരൊക്കെ മോശക്കാരാണ് എന്നുള്ളതാണ് ഇവരുടെ എല്ലാം ചിന്താഗതി. അവർ മോശക്കാരായിക്കോട്ടെ നല്ലവരായിക്കോട്ടെ, അവരുടെ സമ്മതമില്ലാതെ മറ്റൊരാൾ അവരെ ഉപദ്രവിക്കുന്ന രീതി ശരിയല്ല. അത് നിയമവിരുദ്ധമാണ്. അവരുടെ ഇഷ്ടത്തോടെയാണെങ്കിൽ അത് വേറൊരു വകുപ്പാണ്. ഇതൊന്നും അങ്ങനെയല്ല. ഇത്തരം ചിന്തകളാണ്. ഇത്തരം പെൺകുട്ടികളൊക്കെ മോശക്കാരാണ് എന്നുള്ള തോന്നൽ. അങ്ങനെ മോശക്കാരല്ല എല്ലാവരും. മോശക്കാരുണ്ടാവാം, അത് എല്ലാ സമൂഹത്തിലുമില്ലേ, എല്ലാ ഭാഗത്തിലുമില്ലേ, എല്ലാ തൊഴിലിലുമില്ലേ. അതുപോലെ അവിടെയും ഉണ്ടാവാം മോശപ്പെട്ടവർ. ആ പെൺകുട്ടി മാനസികമായിട്ട് വളരെയേറെ ഭയപ്പെട്ടിരിക്കുന്നു. കുറെ പേര് വന്നിട്ട് രാത്രി 1 മണിക്കും 2 മണിക്കും ഒക്കെ താമസിക്കുന്ന റിസോർട്ടിലെ ഡോറിൽ തട്ടുക എന്ന് പറഞ്ഞാൽ, തട്ടി വിളിക്കുക, ബഹളം വയ്ക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഏതൊരു പെൺകുട്ടിയും ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ അവർ ഭയപ്പെട്ടു പോകും. ഇതൊക്കെ തെറ്റായ രീതികളാണ്. ഇത്തരം ചിന്തകൾ അവസാനിപ്പിക്കേണ്ടതാണ്. ആ കുട്ടിയുടെ അനുഭവം പറയുന്നത് നമുക്കിനിയും കേൾക്കാം. ആ റിസപ്ഷനിലുള്ളവര് കാര്യമായിട്ട് എടുത്തേയില്ല.
ഞാനാകെ എന്ത് അറിയില്ല. അവസാനം ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു. പോലീസുകാർ കറക്റ്റ് ടൈമിന് തന്നെ വന്നതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നങ്ങളില്ലാതെ ഇതായി. അല്ല, ഡോറ് തുറന്നു പോയിരുന്നെങ്കിൽ എന്താവെന്ന് എനിക്ക് ആലോചിക്കാൻ കൂടി പറ്റുന്നില്ല. അങ്ങനെ പുറത്തിറങ്ങി കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ഈ വ്യക്തികളെ രണ്ടുപേരും ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഈ രണ്ട് വ്യക്തികളുണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ടില്ല. അവരാരാ എന്താന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെ എന്നെ വിളിച്ച നമ്പർ ഇവരുടെ ആരുടെ നമ്പർ ആണെന്ന് എനിക്ക് ഡൗട്ട് തോന്നി. പോലീസുകാരോട് ഞാൻ പറഞ്ഞു ഞാൻ വിളിച്ചു നോക്കട്ടെ എന്ന് വിളിച്ചപ്പോൾ കൂടെയുള്ള ആളുടെ നമ്പറാണ്. അതെനിക്ക് ഭയങ്കര ഷോക്കായി പോയി. കാരണം ഹോട്ടൽ രജിസ്റ്ററിൽ നമ്മൾ കൊടുക്കുന്ന ഇത് പെട്ടെന്ന് തന്നെ വേറൊരാൾക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. ഞാനാണെങ്കിൽ ഒരുവിധപ്പെട്ട പ്രോപ്പർട്ടിയിലൊക്കെ കൊളാബറേഷൻ ചെയ്യുന്നതാണ്. ഞാൻ പിന്നെ മഴയുള്ള സമയത്ത്, കറണ്ടും വെളിച്ചമില്ലാത്ത സമയത്ത്, അങ്ങനെ പല ടൈമിൽ പല അവസരങ്ങളിൽ പല പ്രോപ്പർട്ടീസിലും പോയി നിന്നിട്ടുണ്ട്. ചിലപ്പം പിന്നെ ഇടുങ്ങിയ വഴിയായിരിക്കാം, അങ്ങോട്ടേക്ക് ആക്സസ് ഇല്ലായിരിക്കും, റേഞ്ച് ഇല്ലായിരിക്കും. പക്ഷെ അവിടെ എനിക്കൊരു സെക്യൂർ ഫീലിംഗ് ഉണ്ടായിരുന്നു. ഇത് ടൗൺ ഏരിയയിൽ ഇങ്ങനത്തെ ഒരു ഏരിയയില് റെയിൽവേ സ്റ്റേഷനടുത്ത്, പോലീസ് സ്റ്റേഷനടുത്ത് നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടിയിൽ ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ എനിക്കത് ചില്ലറ നെട്ടലൊന്നും അല്ല ഉണ്ടാക്കിയത്. ഞാൻ ഇപ്പോഴും അത് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അത്രത്തോളം ഞാൻ പാനിക്കായിട്ടിരിക്കുകയാണ്. ഇപ്പോഴും ആലോചിക്കുമ്പോൾ എനിക്കത് എങ്ങനെ ഞാനത് റിക്കവർ ചെയ്യാന്ന് എനിക്കറിയില്ല. ബിക്കോസ് അത്രയും ഒരു ട്രോമ സിറ്റുവേഷനിലാണ് ഞാൻ നിൽക്കുന്നത്. അങ്ങനെ ഞാൻ ഓണറിന് ആ സമയത്ത് വിളിച്ചപ്പോൾ ഓണർ എടുത്തില്ല. എത്രയോ തവണ ഞാൻ വിളിച്ചു. ലാസ്റ്റ് ഇത് പ്രശ്നമായെന്ന് കണ്ടപ്പം ഓണർ എടുത്തു. എനിക്ക് തോന്നുന്നു ഓണറിന്റെ സംസാരത്തിൽ എനിക്ക് തോന്നുന്നത് ഓണറാണ് ഇതിന് മുമ്പിൽ നിൽക്കുന്നതെന്നുള്ളതാണ്. കാരണം ഇങ്ങനെ ആളുകൾക്ക് ഇങ്ങനെ ഇതാക്കി കൊടുക്കുന്ന പരിപാടി അയാൾക്ക് ഉണ്ടാവും. കാരണം അയാള് സാധാരണ ഒരു ഗസ്റ്റിന് ഒരു മോശം അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ ആ ഗസ്റ്റിനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കേണ്ടത്. പക്ഷെ അയാൾ അങ്ങനെയല്ല സംസാരിക്കുന്നത്. അയാൾ എന്നോട് വേറൊരു രീതിയിലാണ് സംസാരിക്കുന്നത്. വളരെ മോശമായ രീതിയിലാണ് സംസാരിക്കുന്നത്. ആയിട്ട് ഉള്ള കോൾ റെക്കോർഡ് കാര്യങ്ങളെല്ലാം എന്റെ അടുത്തുണ്ട്. ഇപ്പൊ ഞാൻ പബ്ലിഷ് ചെയ്യുന്നില്ല. കാരണം കേസ് ഫയൽ ചെയ്തുകൊണ്ട് ഇപ്പൊ ഞാൻ അത് ഏതാന്നുള്ളത് ഞാൻ പബ്ലിഷ് ചെയ്യുന്നില്ല. എനിക്ക് അത് മാത്രമല്ല, അവിടെ ഒരു ലേഡി ഉണ്ടായിരുന്നു. ആ ലേഡി പിന്നെ വളരെ സസ്പീഷ്യസ് ആയിട്ട് ഭയങ്കര ടെൻസ്ഡ് ആയിട്ടൊക്കെയാണ് നിന്നത്. ലാസ്റ്റ് അവർ പറഞ്ഞു അവരാണ് എന്റെ നമ്പർ ഇവർക്ക് കൊടുത്തത്. ഫ്രണ്ട് ആണെന്ന് പറഞ്ഞപ്പം അവരാണ് നമ്പർ കൊടുത്തത്. അതിൽ കൂടെയുള്ള ഒരാളുടെ ഫോൺ കളഞ്ഞുപോയി. അങ്ങനത്തെ രീതിയിലൊക്കെയുള്ള വർത്താനം. കാരണം പരസ്പര ബന്ധമില്ലാതെയാണ് സ്റ്റാഫും അതിന്റെ മുതലാളി സംസാരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം കൂടി എനിക്ക് അങ്ങോട്ട് ഭയങ്കര ഇതായി. അപ്പൊ ഞാൻ പറഞ്ഞു രജിസ്റ്ററിന്റെ ഇത് വേണം, ഞാൻ വീഡിയോ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞപ്പോ രജിസ്റ്റർ എടുത്തപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഞാൻ ചെക്ക് ഇൻ ചെയ്ത ടൈം, അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ചെക്ക് ഇൻ ചെയ്ത ടൈം ഞാൻ എടുത്തു പറയാനുള്ള കാരണം 2:53 PM ആണ്. പിന്നെ ഇവര് ചെക്ക് ഇൻ ചെയ്ത ടൈം എന്ന് പറഞ്ഞാൽ 11:25 PM ആണ്. ആ സമയത്ത് ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല, റൂമിന്റെ പുറത്തിറങ്ങിയിട്ടില്ല. ഞാൻ പിന്നെ ആരുമായിട്ട് അവിടെ കോണ്ടാക്ട് ചെയ്തിട്ടുമില്ല. ഞാൻ ഫുഡ് കഴിച്ചു, എന്റെ കാര്യങ്ങൾ കഴിഞ്ഞ് ഞാൻ കിടന്നു. അപ്പം പിന്നെ എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വന്ന ആളെ അറിയാമെന്നുള്ള രീതിയിലുള്ള സംസാരം കാര്യങ്ങളായി ഓണർ. ആ ഡ്രോപ്പ് ചെയ്യാൻ വന്ന ആളെ അറിയാം, ആ പരിചയം. എന്തുതന്നെയാണെങ്കിലും ആ ഓണറോട് പിന്നെ ഇയാൾ പറഞ്ഞിട്ട് പോയതാണ് നാളെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വരുന്ന സമയത്ത് വരാം, എന്നാൽ ശരിയെന്ന് പറഞ്ഞിട്ട് ആ പുള്ളി പോയതാണ്. പുള്ളി അവിടെ നിന്നിട്ടില്ല. അത് ഓണർക്ക്. ഈ പെൺകുട്ടി ഇതിനു മുമ്പും റിസോർട്ടുകളെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കിടപ്പുണ്ട്. ഇത്തരം പെൺകുട്ടികളെ നേരത്തെ തന്നെ ഒരു മുൻധാരണയാണ്. ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവരെ ഉപയോഗിക്കുകയും ചെയ്യാം, റിസോർട്ടിൽ ഇവരെ വെച്ച് ഷൂട്ടിംഗ് ചെയ്യാം എന്നൊക്കെയുള്ള ഓരോ ധാരണകൾ. എന്തായാലും ഇത്തരം ചിന്തകളൊക്കെ നമ്മൾ മാറ്റേണ്ടതല്ലേ? പെൺകുട്ടികൾക്ക് ജീവിക്കണ്ടേ? ലക്ഷക്കണക്കിന് പെൺകുട്ടികളല്ലേ ഓരോ വർഷവും കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തു വരുന്നത്. അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിച്ചല്ലേ പറ്റുള്ളൂ. അവരെ ജീവിക്കാൻ അനുവദിക്കൂ. അവർക്ക് ഇഷ്ടമാണെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ലല്ലോ. ഇഷ്ടമില്ലാത്തവരെ എന്തിനാണ് ഇങ്ങനെ ഉപദ്രവിച്ച് അവരെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നത്? ഇത് നമ്മുടെ ടൂറിസത്തെ വളരെയേറെ ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ടൂറിസം മന്ത്രി ഇത് കർശനമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ വിദേശ വനിതകൾ ഇവിടെ വന്ന് ഒറ്റയ്ക്ക് താമസിക്കുന്നില്ലേ? ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളെ ഇങ്ങനെ ഉപദ്രവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ ടൂറിസം മുമ്പോട്ട് പോവുക? റിസോർട്ടുകളിൽ പ്രത്യേകിച്ചും അത് വളരെ ഉത്തരവാദിത്വമുള്ള സ്ഥാപനങ്ങളാണ് ഈ റിസോർട്ടുകൾ എന്ന് പറയുന്നത്. അവിടെ തന്നെ ഇങ്ങനെ പെൺകുട്ടികൾക്ക് ഉപദ്രവം ഉണ്ടാവുകയാണെങ്കിൽ, അതുമല്ല ഈ പെൺകുട്ടിയെ റിസോർട്ടുകാർ തന്നെ വിളിച്ചിരിക്കുന്നതുമാണ് അവർക്ക് വേണ്ടി വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിനു മുമ്പ് ഈ പെൺകുട്ടി റിസോർട്ടുകൾക്ക് വേണ്ടി വീഡിയോ ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടാണ് ആ പെൺകുട്ടി അതൊക്കെ ചെയ്തിരിക്കുന്നത്. അത്രയും സാമൂഹ്യ മാധ്യമങ്ങളിൽ അറിയപ്പെടുന്ന ഒരു പെൺകുട്ടിക്ക് പോലും ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടാകുന്നു എങ്കിൽ സാധാരണയായിട്ടുള്ള ഒരു വീട്ടമ്മമാരോ അല്ലെങ്കിൽ ഇതുപോലെ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളോ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെ ഇതുപോലെ ഈ റിസോർട്ടുകളിലൊക്കെ ചെന്ന് താമസിച്ചു കഴിഞ്ഞാൽ അവരുടെയൊക്കെ സ്ഥിതി എന്തായിരിക്കും? ഈ കുട്ടിക്ക് പ്രതികരിക്കാനുള്ള ശേഷിയും അവിടെ പിടിച്ചു നിൽക്കാനുള്ള ഒരു തന്റെ ഇടവും ഉണ്ടായതുകൊണ്ട് ആ കുട്ടി രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കുട്ടികളൊക്കെ ആണെങ്കിൽ കീഴ്പ്പെട്ടു പോവില്ലേ? ഇത് നമ്മുടെ ടൂറിസം മന്ത്രി വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്.